കേരളത്തിൽ ഒരു നിഴൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നിയമപ്രകാരം ഒരാൾക്ക് തൻ്റെ കാറിൽ ബീക്കണോ 1-ാം നമ്പർ ബോർഡ് വെച്ചോ യാത്ര ചെയ്യാൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തൻ്റെ ആഗ്രഹം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ഇപ്പോൾ ഒരു പുതിയ തന്ത്രവുമായി ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ ആഘോഷിക്കുന്നൊരു ചിത്രമാണ് ദേ ഈ കാണുന്നത്. അതിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കടാ എന്നാണ് ഇവരുടെ സോഷ്യൽ മീഡിയയിലെയും ഇൻസ്റ്റാഗ്രാമിലെയും കമൻറ്റ്. ആ നമ്പർ ഒന്ന് നോക്കിയേ, KL01 CM. ശ്രദ്ധിക്കുക, CM. അതായത് CM എന്നുള്ള രജിസ്ട്രേഷനിലെ നമ്പർ ഉള്ള കാറ് കൊണ്ടുവന്ന് കൊടുത്ത് അദ്ദേഹത്തെ നിഴൽ മുഖ്യമന്ത്രിയായി സഞ്ചരിപ്പിക്കുകയാണ്. എന്ത് തരം ഊളത്തരമാണ്! ചിലരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കാൻ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. നിഴൽ മുഖ്യമന്ത്രി, പ്രതീകാത്മ മുഖ്യമന്ത്രി, ഭാവി മുഖ്യമന്ത്രി എന്നുള്ളതിലേക്ക് സതീശനെ അങ്ങ് അവരോധിക്കുകയാണ്. സ്വപ്നം കാണാൻ ഈ നാട്ടിൽ പരിധിയില്ലാത്തത് കൊണ്ട് ഇത്തരം അടിമകൾക്ക് എന്ത് പ്രവർത്തനമോ ചെയ്യാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ കാര്യത്തെ നമുക്ക് കണ്ടുനിന്ന് ഇതുപോലെ ചിരിക്കാം, പരിഹസിക്കാം. അതിനപ്പുറത്തേക്ക് ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല. ഈ നാട്ടിൽ ഭരണഘടന കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യപ്രകാരം ഇത്തരം അടിമകൾക്കും അവരുടെ നേതാവിനെ സന്തോഷിപ്പിക്കാനും അവരുടെ ഭാവി ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇതുപോലുള്ള ഫോട്ടോഷൂട്ടുകളിലൂടെയൊക്കെ വല്ലാത്ത ആത്മവിശ്വാസം കൊടുക്കാനും അല്ലെങ്കിൽ അങ്ങനെ അഭിരമിച്ച് നടക്കാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. തെറ്റു പറയാൻ പറ്റില്ല. ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്നത് തിരിച്ചറിയാതെ, ആ പദവികൾ കൊടുക്കേണ്ടത് ജനമാണെന്ന് പോലും മനസ്സിലാക്കാതെ സ്വന്തം നിലയ്ക്ക് CM എന്നൊരു ബോർഡ് വെച്ച് കൊടുത്ത് നേതാവിന് സംതൃപ്തിയും നേതാവിൻ്റെ പ്രീതിയും പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ആ കാറിൽ കയറി യാത്ര ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സതീശനെ കാണുമ്പോൾ ഈ നാട്ടുകാർക്കുണ്ടാകുന്ന മാനസികാവസ്ഥയാണ് ബഹുരസം. അതായത് ഇത്രയും വലിയൊരു കോമഡി പീസിനെയാണല്ലോ വലിയ സംഭവമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നത്. അതായത് ഇത്തരം പ്രവൃത്തികൾക്കൊന്നും എന്നെ കിട്ടില്ല, ഇങ്ങനെയൊക്കെ പൊലിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നിന്നു തരാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയാൻ പോലും പറ്റില്ല. കാര്യം മുഖ്യമന്ത്രി എന്ന സ്വപ്നം അദ്ദേഹത്തെ ഉറക്കം കെടുത്തുകയാണ്. അബ്ദുൽ കലാമിൻ്റെ പ്രശസ്തമായ ഒരു കോട്ട്സ് ഉണ്ട്: സ്വപ്നം എന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല, അത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ്. അപ്പോൾ സതീശൻ്റെ ഇപ്പോഴത്തെ ഉറക്കം കെടുത്തുന്ന സ്വപ്നം മുഖ്യമന്ത്രി കസേരയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വരികളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് CM എന്നൊരു കാറും വെച്ച് നാണമില്ലാതെ ഒരു നിഴൽ മുഖ്യമന്ത്രിയെ പോലെ അതിൽ കയറി യാത്ര ചെയ്യുന്നത്. എന്ത് പറയാൻ, നമ്മൾ പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഈ നാട്ടിൽ കാണുന്നില്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഇതിനെയും പെടുത്താമെന്നല്ലാതെ മറ്റെന്ത് ചെയ്യാൻ? ചിലരൊക്കെ ഇങ്ങനെ നാണമില്ലാതെ ഇങ്ങനെ ഒരുമ്പിട്ടിറങ്ങിയാൽ എന്ത് ചെയ്യാൻ? ചെയ്തോട്ടെന്ന് വിചാരിക്കുക, കണ്ട് ചിരിച്ച് കളയുക എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തർക്ക് അവരവരുടെ ആഗ്രഹങ്ങളല്ലേ വലുത്. സ്വന്തം നിലയ്ക്ക് ഫ്ലെക്സ് അടിച്ച് വയ്ക്കാൻ നാണക്കേടില്ലാത്ത, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടായ്മയുള്ള വിജയമെന്ന് പറഞ്ഞതിന് ശേഷം സ്വന്തം മീഡിയ PR ടീമിനെ വെച്ച് സകലമാന ചാനലുകൾക്കും ഇൻ്റർവ്യൂ കൊടുത്ത് അദ്ദേഹം സ്വയം ഒരു വലിയ നേതാവായി അവരോധിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ കാണുമ്പോൾ സതീശന് PR വർക്കിലുള്ള വൈദഗ്ധ്യവും ഒപ്പം തൻ്റെ സ്വപ്നത്തെ എങ്ങനെയാണ് കൂടെ കൊണ്ട് നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആ കാറെന്ന് പറയേണ്ടി വരികയാണ്.